ഏവർക്കും ഡോക്സ്റ്റാർ ലേണിലേക്ക് സ്വാഗതം. മിഷൻ LDC 2024 മറ്റൊരു സെഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും കൂടെയാണ് ഡിസ്കസ് ചെയ്ത് ഈ ഒരു സെഷനിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ന്യൂട്ടൺ എന്നത് എന്ത് അളക്കാനുള്ള ഏകകമാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: മർദ്ദം, വൈദ്യുതി, താപം, ബലം. അപ്പോൾ PSC നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഈ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് രണ്ട് രീതിയിൽ PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്ന്, ഒരു ക്വാണ്ടിറ്റി തന്നിട്ട്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ട്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വൈദ്യുതി അളക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ വൈദ്യുതി അളക്കുന്ന യൂണിറ്റ് ഏത്, അല്ലെങ്കിൽ വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏത്, ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നേരെ തിരിച്ചും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പോലെ നേരെ തിരിച്ച് ചോദിക്കാറുണ്ട്. ഒരു യൂണിറ്റ് തന്നിട്ട് അത് എന്തിൻ്റെ യൂണിറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നും ചോദ്യങ്ങൾ വരാറുള്ളത്. ഇനി ഇത് കൂടാതെ എപ്പോഴും ചോദിക്കുന്നത് SI യൂണിറ്റുകളാണ് ചോദിക്കാറുള്ളത്. അപ്പം നോർമലി ഇപ്പം ഒരു പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ SI യൂണിറ്റാണ് ചോദിക്കാറുള്ളത്. ഇത് കൂടാതെ ചോദിക്കുന്ന മറ്റു കുറച്ച് യൂണിറ്റുകളിലൂടെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളോട് എടുത്ത് ചോദിക്കും, ബലം അളക്കുന്ന അല്ലെങ്കിൽ ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്ത്, അല്ലെങ്കിൽ ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എന്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആകാശഗോളങ്ങൾ തമ്മിൽ ഉള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്, അല്ലെങ്കിൽ പാഴ്സക് എന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്. ഇങ്ങനെ കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളിലൂടെയൊക്കെ അവിടുന്ന് ചോദിക്കാറുണ്ട്. കപ്പലിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സാധാരണഗതിയിൽ ഒരു 90% ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ഒരു ക്വാണ്ടിറ്റി തന്ന അതിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് തന്ന അത് ഏത് ക്വാണ്ടിറ്റിയുടെയാണ്, അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ ആദ്യം ചോദ്യം ഇതാണ്: ന്യൂട്ടൺ എന്നത് എന്ത് അളക്കാനുള്ള ഏകകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്: മർദ്ദം, വൈദ്യുതി, താപം, ബലം. അപ്പോൾ നമുക്കറിയാം ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ബലത്തിൻ്റെ യൂണിറ്റ് ആണ്, അല്ലേ? ബലം അഥവാ ഫോഴ്സ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന, ഫോഴ്സ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഏത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. ബലത്തിൻ്റെ അഥവാ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ആര്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ന്യൂട്ടണിലേക്ക് വരുമ്പോഴത്തേക്ക്, ഫോഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, ഇവിടുന്ന് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മർദ്ദമുണ്ട്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് PSC ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം മർദ്ദം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പാസ്കലാണ്, അല്ലേ? മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. വൈദ്യുതിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആംപിയർ ആണ് വൈദ്യുതിയുടെ യൂണിറ്റ്. താപം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളാണ് താപത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം താപം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാ കാര്യങ്ങളും ഈ യൂണിറ്റുമായി ബന്ധപ്പെടുന്നത് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്ന രീതിയിൽ അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്: ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഊർജം അളക്കുന്ന CGS യൂണിറ്റ്. അപ്പോൾ ഈ CGS യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഈ CGS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു യൂണിറ്റ് സമ്പ്രദായമാണ്. 4 തരം യൂണിറ്റ് സമ്പ്രദായങ്ങളുണ്ട്. CGS യൂണിറ്റ് സമ്പ്രദായമുണ്ട്, CGS യൂണിറ്റ് സമ്പ്രദായമുണ്ട്, അതുപോലെ MKS യൂണിറ്റ് സമ്പ്രദായമുണ്ട്, അതുപോലെ FPS യൂണിറ്റ് സമ്പ്രദായമുണ്ട്, അതുകൂടാതെ SI യൂണിറ്റ് സമ്പ്രദായമുണ്ട്. അതിൽ നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത് ഏതാണ്? SI യൂണിറ്റ് സമ്പ്രദായമാണ് നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് യൂണിറ്റ് സമ്പ്രദായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ CGS, MKS, FPS ഒക്കെയാണ്. ഈ ഓരോ യൂണിറ്റ് സമ്പ്രദായത്തിലും CGS ആണെങ്കിലും MKS ആണെങ്കിലും FPS ആണെങ്കിലും അവിടെ 3 അടിസ്ഥാന അളവുകളും 3 അടിസ്ഥാന യൂണിറ്റുകളുമാണ് ഉള്ളത്. അപ്പോൾ ഈ CGSൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? CGS യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. നേരത്തെ ഉപയോഗത്തിലിരുന്നതാണ്, എന്നാൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? SI യൂണിറ്റ് സമ്പ്രദായമാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ നോക്കിയേ, ഊർജം അഥവാ എനർജിയുടെ CGS യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എനർജിയുടെ എന്താണ്? CGS യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് പരിശോധിച്ച് നോക്കിയേ: എർഗുണ്ട്, വാട്ട്, കിലോഗ്രാം പെർ മണിക്കൂർ, ന്യൂട്ടൺ മീറ്റർ എന്നിവയാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഊർജം അഥവാ എനർജിയുടെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാ പിള്ളേരെ? ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ കേട്ടോ. എർഗ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഊർജം അളക്കുന്ന CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എർഗ് ആണ്. ഇതുപോലെ PSC ചോദിക്കുന്ന മറ്റൊരു CGS യൂണിറ്റ് ഉണ്ട്. മറ്റൊരു CGS യൂണിറ്റ് കൂടെ ചോദിക്കാറുണ്ട്. ഫോഴ്സിന്റെ CGS യൂണിറ്റ് ചോദിക്കാറുണ്ട്. ഫോഴ്സ് അഥവാ ബലം അളക്കുന്ന CGS യൂണിറ്റ് ചോദിക്കാറുണ്ട്. ഫോഴ്സിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഏത്? ഡൈൻ ആണ് ഫോഴ്സിന്റെ CGS യൂണിറ്റ്. അപ്പോൾ രണ്ട് CGS യൂണിറ്റുകളാണ് PSC പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒന്ന് എനർജിയുടെ CGS യൂണിറ്റ് ആണ്. എനർജിയുടെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എർഗ് ആണ് എനർജിയുടെ CGS യൂണിറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഫോഴ്സ് ആണ് അഥവാ ബലമാണ്. ബലത്തിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡൈൻ ആണ്. എന്നാൽ ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ന്യൂട്ടൺ ആണ്. ബലം രേഖപ്പെടുത്തുന്ന SI നമ്മുടെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. SI സിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് സമ്പ്രദായമാണ് ഏത്? SI യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ SI യൂണിറ്റ് സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അതിൽ അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ, ഓരോ അടിസ്ഥാന അളവുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് യൂണിറ്റുകളുണ്ട്. അവയാണ് നമ്മൾ അടിസ്ഥാന യൂണിറ്റുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം SI യൂണിറ്റ് സമ്പ്രദായത്തിൽ എത്ര അടിസ്ഥാന അളവുകളുണ്ട്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനൊക്കെ ഇപ്പോൾ ഒരുപാട് ചോദിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ വേണമെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 7 എണ്ണമാണ്. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്രയാണ്? 7 അടിസ്ഥാന അളവുകളാണ്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് എവിടെയുള്ളത്? SI യൂണിറ്റ് സമ്പ്രദായത്തിലുള്ളത്. അപ്പോൾ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ആ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഫണ്ടമെന്റൽ യൂണിറ്റ്സ് കാണും? 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് കാണും. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് അർത്ഥമുള്ള SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകളുടെ എണ്ണം 7 ആണ്. അല്ലെങ്കിൽ SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ് വരുന്നത്. ഇനി ആ അടിസ്ഥാന യൂണിറ്റുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പഠിക്കാം. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നീളമുണ്ട്, ലെങ്ത്, മാസ് അഥവാ പിണ്ഡം, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, ടെമ്പറേച്ചർ അഥവാ താപനില, പദാർത്ഥത്തിന്റെ അളവ് അഥവാ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലുമിനസ് ഇന്റൻസിറ്റി അഥവാ പ്രകാശ തീവ്രത. അപ്പോൾ ഈ 7 എണ്ണവും നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാനാണ്, താഴെ തന്നിരിക്കുന്നതിൽ SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന യൂണിറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റിൽ ഉൾപ്പെടുന്നത് ഏതെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ 7 എണ്ണവും നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഉത്തരം എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓർത്തു വെക്കുക, SI യൂണിറ്റ് സമ്പ്രദായത്തിൽ 7 അടിസ്ഥാന അളവുകളും 7 അടിസ്ഥാന യൂണിറ്റുകളും ഉണ്ടെന്നാണ് പഠിച്ചത്. അപ്പോൾ ഈ 7 അടിസ്ഥാന അളവുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീളം, മാസ് അല്ലെങ്കിൽ പിണ്ഡം, സമയം, താപനില, വൈദ്യുത പ്രവാഹ തീവ്രത, പദാർത്ഥത്തിന്റെ അളവ് അഥവാ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പ്രകാശ തീവ്രത അഥവാ ലുമിനസ് ഇന്റൻസിറ്റി. ഇനി ഇവയുടെയൊക്കെ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SI യൂണിറ്റ് സമ്പ്രദായത്തിൽ നീളം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മീറ്റർ ആണ് നീളത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മാസ് അഥവാ പിണ്ഡത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കിലോഗ്രാം ആണ്. സമയം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ്. താപനില അളക്കുന്ന യൂണിറ്റ് ആണ് കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. പദാർത്ഥത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ആണ്. പദാർത്ഥത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ പ്രകാശ തീവ്രതയുടെ അഥവാ ലുമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കാൻഡലയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 4 യൂണിറ്റ് സമ്പ്രദായങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? CGS യൂണിറ്റ് സമ്പ്രദായം, MKS യൂണിറ്റ് സമ്പ്രദായം, FPS യൂണിറ്റ് സമ്പ്രദായം, SI യൂണിറ്റ് സിസ്റ്റം. ഇനി ഇത് 4ഉമായിട്ട് കണക്ട് ചെയ്ത് ഒരു പോയിന്റ് കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. 4 യൂണിറ്റ് സമ്പ്രദായത്തിലും പൊതുവായി ഉള്ള യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ആണ്. യൂണിറ്റ് ആണ്. 4 യൂണിറ്റ് സമ്പ്രദായത്തിലും കോമൺ ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 4 യൂണിറ്റ് സമ്പ്രദായത്തിലും പൊതുവായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ആണ്. ഇനി അവയുടെ പ്രതീകം നിങ്ങൾ നോക്കി. മീറ്റർ ആണെങ്കിൽ സ്മോൾ m ആണ്, കിലോഗ്രാം ആണെങ്കിൽ kg സ്മോൾ kg ആണ്, സെക്കൻഡ് ആണെങ്കിൽ സ്മോൾ s ആണ്. എന്നാൽ ആംപിയർ വന്നപ്പോഴത്തേക്ക് ക്യാപിറ്റൽ A, കെൽവിൻ വന്നപ്പോഴത്തേക്ക് ക്യാപിറ്റൽ A, മോൾ വന്നപ്പോഴത്തേക്ക് സ്മോൾ MOL സ്മോൾ ലെറ്റർ ആണ്, കാൻഡല വന്നപ്പോൾ CD.
അപ്പോൾ ഇവിടെ നോക്കിയേ, ചിലത് സ്മോൾ ലെറ്ററിലുണ്ട്, ചിലത് ക്യാപിറ്റലിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ഈ യൂണിറ്റുകളുടെയൊക്കെ പ്രതീകങ്ങൾ രേഖപ്പെടുത്താൻ ചില നമുക്ക് കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, കുറച്ച് നിയമങ്ങളുണ്ട്. അതൊക്കെ ഫോളോ ചെയ്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അതിലെ ഒരു കാര്യം എന്ന് പറയുന്നതാണ്, വ്യക്തികളുടെ പേരിൽ അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ അവരോടുള്ള സ്മരണാർത്ഥമാണ് പല യൂണിറ്റുകളും കൊടുത്തിരിക്കുന്നത്. വ്യക്തികളുടെ പേര് യൂണിറ്റായി വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തികളോടുള്ള സ്മരണാർത്ഥം നൽകപ്പെട്ടിരിക്കുന്ന യൂണിറ്റുകൾക്ക് ആദ്യത്തെ അല്ലെങ്കിൽ യൂണിറ്റുകൾ രേഖപ്പെടുത്തുന്നത് ക്യാപിറ്റൽ അക്ഷരം കൊണ്ട്, ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടായിരിക്കണം അത് രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെയാണ് ഇവിടെ ആംബിയറിനും ഇവിടെ കെൽവിനുമൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ കെയും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. മീറ്ററിനും കിലോഗ്രാമിനും സെക്കൻഡിനും ഒക്കെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കാൻ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായോ? നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. നമ്മൾ SCERTയുടെ ഒരു സെഷനകത്ത് യൂണിറ്റ് അളവുകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ യൂണിറ്റുകൾ രേഖപ്പെടുത്തുമ്പോൾ ശരിയായിട്ടുള്ള എന്തൊക്കെ അല്ലെങ്കിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശരിയായ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അതിനകത്ത് പഠിക്കും. കാരണം അത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റനൊക്കെ അവിടെ നിന്ന് നല്ല രീതിയിൽ ചോദിക്കാവുന്ന ഒരു ഏരിയ ഉണ്ട്. അത് എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് SCERT സീരീസ് നിങ്ങൾ കാണുക കേട്ടോ. അത് കാണുമ്പോഴത്തേക്ക് അത് മനസ്സിലായിക്കോളും. അപ്പോൾ നമ്മൾ SI യൂണിറ്റ് സമ്പ്രദായത്തിൽ 7 അടിസ്ഥാന യൂണിറ്റുകളും അവയുടെ 7 അതിന് അല്ലെങ്കിൽ 7 ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റുകളുമാണ് പഠിച്ചത്. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അവയുടെ SI യൂണിറ്റ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ തന്നിരിക്കുന്നത് ദൂരമാണ്. ദൂരം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അടുത്ത സ്ഥാനാന്തരം, രണ്ടിൻ്റെ യൂണിറ്റ് ഒന്നാണ്. ഞാൻ അതുകൊണ്ടാണ് കോമേറ്റം കൊടുത്തത്. ദൂരം, സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. അടുത്തത് പ്രവേഗമാണ്. പ്രവേഗം എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് കേട്ടോ. പ്രവേഗം എന്ന് പറയുന്നതാണ് വെലോസിറ്റി ആണ്, വെലോസിറ്റി. അടുത്ത സ്പീഡാണ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? വേഗതയാണ്. വെലോസിറ്റിയുടെയും സ്പീഡിൻ്റെയും അല്ലെങ്കിൽ പ്രവേഗത്തിൻ്റെയും വേഗതയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗത്തിൻ്റെയും വേഗതയുടെയും യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രവേഗത്തിൻ്റെയും വേഗതയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ത്വരണം അഥവാ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ്റെ അല്ലെങ്കിൽ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത മർദ്ദമാണ്. നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ്. മർദ്ദം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പാസ്കലാണ് മർദ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ജൂളാണ്. പ്രവൃത്തിയും ഊർജത്തിൻ്റെയും യൂണിറ്റ് സെയിം ആണ്. ഏതാണ്? ജൂളാണ് പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് താപോർജ്ജമാണ്. ഇനി താപോർജ്ജം എന്നല്ല, താപം അളക്കുന്ന യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാലും തെറ്റൊന്നുമില്ല. താപോർജ്ജം അഥവാ താപം അളക്കുന്ന യൂണിറ്റ് എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? ജൂളാണ്. കാരണം താപം എന്ന് പറയുന്നത് ഒരു ഊർജ്ജ രൂപമാണ്. അപ്പോൾ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് തന്നെ ആയിരിക്കും അതിന് വരേണ്ടത്. അപ്പോൾ താപത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളാണ്. പ്രീവിയസ് ആണ് കേട്ടോ. 2017 LDCക്ക് ഇടുക്കി ജില്ലയ്ക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ്. താപം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ജൂളാണ്. പിന്നെ പവർ അഥവാ ശക്തിയുടെ യൂണിറ്റ്, പവർ അല്ലെങ്കിൽ ശക്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? വാട്ടാണ്. പവർ അല്ലെങ്കിൽ ശക്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടാണ്. വൈദ്യുത ചാർജ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് കൂളോം. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. പവർ ചോദിച്ചിട്ടുണ്ട്, വൈദ്യുത ചാർജ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പവറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് അല്ല കേട്ടോ. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. പിന്നെ വന്നിരിക്കുന്ന ചോദ്യമാണ് യന്ത്രങ്ങളുടെ പവർ രേഖപ്പെടുത്താൻ, യന്ത്രഭാഗങ്ങളുടെ പവർ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഹോഴ്സ് പവർ വരും കേട്ടോ. HP എന്ന് നമ്മൾ പറയാറുണ്ട്. ഹോഴ്സ് പവർ ആണ് യന്ത്രഭാഗങ്ങളുടെ പവർ രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഹോഴ്സ് പവർ ആണ്. ഇവിടുത്തെ PSC ചോദിച്ചിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത്, ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ടിന് തുല്യമാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ആൻസർ പറയുന്നില്ല. ഉത്തരം അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത്, ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എത്ര വാട്ടുകൾക്ക് തുല്യമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണെന്നുള്ള ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ്. അടുത്തത് റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ്. വൈദ്യുത പ്രതിരോധം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓം ആണ് വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓം ആണ്. സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഓമിൻ്റെ സിമ്പൽ എന്ന് പറയുന്നതാണ്. ഓം ആണ് വൈദ്യുത പ്രതിരോധം അളക്കുന്ന യൂണിറ്റ്. അടുത്തത് റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. ഓം മീറ്റർ ആണ് ഇതിൻ്റെ യൂണിറ്റ്. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്.
അടുത്തത് വൈദ്യുത ചാലകതയാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അഥവാ വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് ആണ് സീമെൻസ് എന്ന് പറയും. സീമെൻസ് ആണ് വൈദ്യുത ചാലകത രേഖപ്പെടുത്തുന്ന യൂണിറ്റ്. അടുത്തത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ്. മൈക്കൽ ഫാരഡയോടുള്ള സ്മരണാർത്ഥമാണ് ഫാരഡ് എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അടുത്തത് ശബ്ദ തീവ്രത, പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. റെസിസ്റ്റിവിറ്റി, വൈദ്യുത ചാലകത, കപ്പാസിറ്റൻസ്, ശബ്ദ തീവ്രത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡെസിബൽ ആണ്. അലക്സാണ്ടർ ഗ്രഹാംബെലിനോടുള്ള സ്മരണാർത്ഥം നൽകിയിരിക്കുന്ന യൂണിറ്റ് ആണ് ബെൽ എന്നൊരു യൂണിറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നൽകിയിരിക്കുന്നത്. ആ ബെല്ലിൻ്റെ അതൊരു ഒരുപാട് വലിയൊരു യൂണിറ്റ് ആണ്. ബെല്ലിൻ്റെ ചെറിയ യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഡെസിബെൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഡെസിബെൽ എന്ന യൂണിറ്റ് വന്നിരിക്കുന്നത്. അലക്സാണ്ടർ ഗ്രഹാംബെലിൻ്റെ പേരിൽ നിന്നാണ് ഡെസിബെൽ അല്ലെങ്കിൽ ബെൽ എന്ന യൂണിറ്റ് വന്നിരിക്കുന്നത്. അടുത്തത് ആവൃത്തിയാണ്. ആവൃത്തി അഥവാ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ് എന്ന് പറയുന്നത്. ഹെൻറിച്ച് ഹെർട്സ് എന്ന സയന്റിസ്റ്റിനോടുള്ള സ്മരണാർത്ഥമാണ് ഹെർട്സ് എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. HZ എന്നൊക്കെയാണ് സിമ്പൽ കേട്ടോ. ഹെർട്സ് ആണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ് എന്ന് പറയുന്നത്. വൈദ്യുതധാര അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? SI യൂണിറ്റിനകത്ത് പറഞ്ഞാണ്, ഫണ്ടമെന്റൽ യൂണിറ്റിനകത്ത് പറഞ്ഞാണ്. ഏതാണ്? ആംബിയർ ആണ് വൈദ്യുത പ്രവാഹ തീവ്രത രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ വൈദ്യുതധാര രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ക്വാണ്ടിറ്റിയാണ് ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹെൻറിയാണ്. ഇൻഡക്റ്റൻസ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? ഹെൻറിയാണ്. എലിമിനൻസ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ലെക്സ് എന്ന് പറയുന്നത്. കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റ് ഏതാണ്? വെബർ ആണ് കാന്തിക ഫ്ലക്സ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ്. അടുത്തത് PSCയുടെ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. PSC ഒരുപാട് പരീക്ഷകൾക്ക് ആവർത്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ലെൻസിൻ്റെ പവർ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. ക്യാപിറ്റൽ D ആണ് സിമ്പൽ എന്ന് പറയുന്നത്. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് കേട്ടോ. ലുമിനസ് ഇന്റൻസിറ്റി രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് കാൻഡല. ലുമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കാൻഡലയാണ് ലുമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്. ലുമിനസ് ഇന്റൻസിറ്റി രേഖപ്പെടുന്ന യൂണിറ്റ് ഏതാണ്? കാൻഡല. തരംഗ ദൈർഘ്യം, ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് മീറ്റർ തന്നെ പറയാം. ഇനി പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം എന്നൊക്കെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം? ആങ്സ്ട്രോങ് പറയാവുന്നതാണ്. പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഇത് ആങ്സ്ട്രോങ് എന്ന് പറയുന്നത്. നോർമലി തരംഗദൈർഘ്യം എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളെങ്കിൽ മീറ്റർ എന്ന് പറഞ്ഞാൽ മതിയാകും. കാരണം അതൊരു ലെങ്ത് തന്നെയാണ്. തരംഗത്തിന്റെ ലെങ്ത് ആണ് അതിനെ നമ്മൾ തരംഗദൈർഘ്യം എന്ന് വിളിക്കുന്നത്. അടുത്തത് റേഡിയോ ആക്ടിവിറ്റി ആണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബെക്യുറലാണ്. ഹെൻറി ബെക്യുറൽ എന്ന സയന്റിസ്റ്റിനോടുള്ള സ്മരണാർത്ഥമാണ് ബെക്യുറൽ എന്ന യൂണിറ്റ് ആർക്ക് നൽകിയിരിക്കുന്നത്? റേഡിയോ ആക്ടിവിറ്റിക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് ക്യൂറി എന്ന് പറയുന്നത്. SI യൂണിറ്റ് അല്ല ക്യൂറി എന്ന് പറയുന്നത്. SI യൂണിറ്റ് ബെക്യുറലാണ്. ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ്, ഒരു പ്രായോഗിക യൂണിറ്റ് ആണ് ഏത്? ക്യൂറി എന്ന് പറയുന്നത്. മാഡം ക്യൂറിയോടുള്ള സ്മരണാർത്ഥം അല്ലെങ്കിൽ മേരി ക്യൂറിയോടുള്ള സ്മരണാർത്ഥം നൽകിയിരിക്കുന്ന യൂണിറ്റ് ആണ് ക്യൂറി എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, ഈ ക്യൂറി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ഓപ്ഷനിൽ തരും. റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂറി അല്ല. SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബെക്യുറലാണ്. ഇനി റേഡിയോ ആക്ടിവിറ്റി അളക്കുന്ന യൂണിറ്റ് എന്ന് ചോദിച്ചിട്ട് ബെക്യുറൽ ഓപ്ഷനിലില്ല. റേഡിയോ ആക്ടിവിറ്റി അളക്കുന്ന യൂണിറ്റ് എന്ന് ചോദിക്കുകയും ബെക്യുറൽ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ എന്ത് മാർക്ക് ചെയ്യാൻ? നമുക്ക് ക്യൂറി മാർക്ക് ചെയ്യുന്നതിലും തെറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. അപ്പം LDC ഉറപ്പായിട്ട് നമുക്ക് നേടണം. അപ്പോൾ LDCക്ക് നല്ലൊരു റാങ്ക് മേടിച്ച് നമുക്ക് ജോലിയിൽ കയറണം. അപ്പം LDC എന്ന നിങ്ങളുടെ സ്വപ്നം നേടുവാനായിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്